നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളിയാഴ്ച യുകെയിൽ ജീവൻ അപകടമുണ്ടാകുന്ന തരത്തിൽ എയ്വൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമെന്ന് മെറ്റ് ഓഫീസിന്റെ അതിഗുരുതര മുന്നറിയിപ്പ്. വടക്കൻ അയർലൻഡിലും സ്കോട്ട്ലാൻഡിന്റെ ചില ഭാഗങ്ങളിലും ഏറ്റവും മോശമായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. യുകെയിൽ 3 പെൺകുട്ടികളുടെ കൊലപാതകത്തിനിടയാക്കിയ സൗത്ത് പോർട്ട് കൊലയാളി ആക്സൽ റുഡഗുബാനയ ഇനി ജീവിതകാലം ജയിലിൽ. 18-കാരൻ കൊലയാളിക്ക് 52 വർഷം തടവ് ശിക്ഷ വിധിച്ച് ലിവർപൂൾ ക്രൗൺ കോടതി. ഒപെക് ആഗോള എണ്ണ ഉൽപ്പാദകർ തങ്ങളുടെ എണ്ണ കുറയ്ക്കണമെന്നും റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി ഉടൻ കൂടിക്കാഴ്ച നടത്താനും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ദവോസിൽ. മുൻ US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, സെനറ്റർ റോബർട്ട് എഫ് കെന്നഡി, ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് രഹസ്യ സർക്കാർ രേഖകൾ പുറത്തുവിടാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ്. ഓസ്ട്രേലിയ ഡേക്ക് മുന്നോടിയായി സിഡ്നിയിലെ പ്രാന്തപ്രദേശമായ റാൻവിക്കിലെ ക്യാപ്റ്റൻ ജെയിംസ് കുക്കിന്റെ പ്രതിമ അവഹേളിച്ച നിലയിൽ. ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം താൽക്കാലികമായി തടഞ്ഞ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജി. അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം GBS പൂനെയിൽ 37 പേർക്ക് കൂടി കണ്ടെത്തി. ഇതോടെ ആകെ രോഗികൾ 59ആയി. ഡൽഹി ഹരിഹർ നഗറിൽ വെച്ച് തന്റെ കാർ ആക്രമിക്കപ്പെട്ടതായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തന്നെ ആക്രമിച്ചതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണെന്ന് കെജ്രിവാൾ. ദുബായിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ 40-കാരന് എംപോക്സ് സ്ഥിരീകരിച്ചു. ഈ വർഷം കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ എംപോക്സ് കേസ്. വയനാട് മേപ്പാടിയിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കഴിഞ്ഞ 17 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 712.98 കോടി രൂപ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമീക്ഷ യുകെയുടെ നോർത്തേൺ അയർലൻഡ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരളീയം കോഫി ഫെസ്റ്റിന് മുന്നോടിയായി ലിസ്ബണിൽ നടന്ന സാംസ്കാരിക സെമിനാർ ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച യുകെയിൽ ജീവന് അപകടമുണ്ടാകുന്ന തരത്തിൽ എയ്വൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് മെറ്റ് ഓഫീസ് നൽകുന്ന അതിഗുരുതരമായ കാലാവസ്ഥ മുന്നറിയിപ്പ്. വടക്കൻ അയർലൻഡിലും സ്കോട്ട്ലാൻഡിന്റെ ചില ഭാഗങ്ങളിലും ഏറ്റവും മോശമായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 161 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് പ്രതീക്ഷിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഇപ്പോൾ ശക്തമായ മണിക്കൂറിൽ 183 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ചു തുടങ്ങിയ എയ്വൻ കൊടുങ്കാറ്റ് വടക്കൻ അയർലൻഡിലും ശക്തി പ്രാപിച്ചു. കിലോവൻ, കൗണ്ടി ഡോൺ എന്നിവിടെ മണിക്കൂറിൽ 92 മൈൽ വേഗത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളോട് കൊടുങ്കാറ്റ് സമയത്ത് യാത്ര ചെയ്യാതെ വീട്ടിൽ തന്നെ തുടരാൻ മെറ്റ് ഓഫീസ് അഭ്യർത്ഥിച്ചു. ഫ്ലൈറ്റുകളും ഫെറി ക്രോസിംഗും റദ്ദാക്കിയതോടെ കടൽ, വ്യോമ, റോഡ് ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. വടക്കൻ അയർലൻഡിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഐവിൻ കൊടുങ്കാറ്റിന്റെ കേന്ദ്രം. 3 പെൺകുട്ടികളുടെ കൊലപാതകത്തിന് ഇടയാക്കിയ ടൈലർ സ്വിഫ്റ്റ് തീം ഡാൻസ് ക്ലാസ് ആക്രമണത്തിന് ഉത്തരവാദിയായ സൗത്ത് പോർട്ട് കൊലയാളി ആക്സൽ റുഡഗുബാന ഇനി ജീവിതകാലം ജയിലിൽ കഴിയും. 18-കാരൻ സൗത്ത് പോർട്ട് കൊലയാളിക്ക് 52 വർഷം തടവ് ശിക്ഷ വിധിച്ച് ലിവർപൂൾ ക്രൗൺ കോടതി. വെബാക്കിംഗ്, എൽസി ഡോട്ട് സ്റ്റാൻകോം, ആലിസ് ടെഗ് സിൽവ അഗ്വേർ എന്നീ 3 പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനും മറ്റ് 8 കുട്ടികളെയും തടയാനെത്തിയ 2 പേരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കാരണക്കാരനായ പ്രതി ഒരിക്കലും മോചിക്കപ്പെടില്ലെന്നും ജീവിതകാലം മുഴുവൻ കസ്റ്റഡിയിലായിരിക്കുമെന്നും ജഡ്ജി ഉത്തരവിട്ടു. സൗത്ത് പോർട്ട് ആക്രമണത്തിന് 2 വർഷം മുമ്പ് റുഡഗുബാനയുടെ മാതാപിതാക്കൾ 6 മാസത്തിനിടെ 4 തവണ സഹായം അഭ്യർത്ഥിച്ച് പോലീസിനെ വിളിച്ചിരുന്നു എന്ന് കോടതി കണ്ടെത്തി. കുറ്റവാളിയുടെ 12 മിനിറ്റ് ആക്രമണത്തിന്റെ മുഴുവൻ ഭീകരതയും വ്യാഴാഴ്ച ലിവർപൂൾ ക്രൗൺ കോർട്ടിൽ വെളിവായി. റുഡഗുബാനയുടെ ഇരകളിൽ ചിലർക്ക് ഡസൻ കണക്കിന് തവണ കുത്തേറ്റിരുന്നു. ആക്രമണത്തിൽ പലരുടെയും അസ്ഥികൾ തകർന്നു. 3 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ പ്രതിയുടെ പ്രവൃത്തിയെ സാഡിസ്റ്റ് എന്ന് പ്രോസിക്യൂട്ടർ ഡീനാഹിർ കേസി കോടതിമുറിയിൽ പറഞ്ഞു. ഒപെക് ആഗോള എണ്ണ ഉൽപ്പാദകർ തങ്ങളുടെ എണ്ണ കുറയ്ക്കുമെന്നും റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഒപെക് എണ്ണ ഉൽപ്പാദകർ വില കുറയ്ക്കാതെ ഉക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുകയാണെന്നും US പ്രസിഡന്റ് ആരോപിച്ചു.
അവർ വില കുറച്ചാൽ റഷ്യൻ എണ്ണ വരുമാനത്തെ ബാധിക്കുമെന്നും റഷ്യൻ ഉക്രൈൻ യുദ്ധം ഉടനടി അവസാനിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. പുടിനുമായി ഉടൻ കൂടിക്കാഴ്ച നടത്താനും ഈ യുദ്ധം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ദാവോസ് വേൾഡ് ഇക്കണോമിക് ഫോറം കോൺഫറൻസിൽ ഒരു കരാറിലും എത്തിയില്ലെങ്കിൽ റഷ്യക്കെതിരെ ശിക്ഷാ നടപടികൾ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയെ ഉക്രൈൻ സ്വാഗതം ചെയ്തു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ട്രംപിന് വിജയിക്കാനാകുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിഹിബ പറഞ്ഞു. വെടിനിർത്തൽ കരാറിന് ശേഷം റഷ്യൻ ആക്രമണം തടയാൻ കുറഞ്ഞത് 2 ലക്ഷം യൂറോപ്യൻ സമാധാന സേനാംഗങ്ങൾ ആവശ്യമാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചൊവ്വാഴ്ച പറഞ്ഞു. പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഉക്രൈന് യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണികളിൽ പ്രത്യേകിച്ച് പുതുതായി ഒന്നുമില്ല എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. തന്റെ ആദ്യ പ്രസിഡന്റ് ടൈമിൽ ട്രംപ് പലപ്പോഴും റഷ്യക്കെതിരെ ഉപരോധം പ്രയോഗിച്ചിട്ടുണ്ടെന്നും പെസ്കോവ് പറഞ്ഞു. മുൻ US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ 1963 കൊലപാതകത്തെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് രഹസ്യ സർക്കാർ രേഖകൾ പുറത്തുവിടാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആക്കം കൂട്ടിയ രഹസ്യങ്ങളാണ് പരസ്യമാക്കാൻ ട്രംപിന്റെ ഉത്തരവ്. പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, സെനറ്റർ റോബർട്ട് എഫ് കെന്നഡി, റവറൻഡ് ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്ന ഫെഡറൽ രേഖകളും ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രസിഡന്റ് വ്യാഴാഴ്ച ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ്. ഇവരുടെ കൊലപാതകം നടന്നിട്ട് 50 വർഷത്തിലേറെയായിട്ടും ഫെഡറൽ ഗവൺമെന്റ് ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് ഉത്തരവിൽ പറയുന്നു. അവരുടെ കുടുംബങ്ങളും അമേരിക്കൻ ജനതയും സത്യം ആഗ്രഹിക്കുന്നു. ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും കാലതാമസം കൂടാതെ പുറത്തുവിടുന്നത് ദേശീയ താൽപര്യമാണെന്ന് ട്രംപ് പ്രസ്താവിച്ചു. ഓസ്ട്രേലിയ ഡേക്ക് മുന്നോടിയായി സിഡ്നിയിലെ പ്രാന്തപ്രദേശമായ റാൻവിക്കിലെ ക്യാപ്റ്റൻ ജെയിംസ് കുക്കിന്റെ പ്രതിമ അവഹേളിച്ച നിലയിൽ ചുവന്ന പെയിന്റ് അടിച്ച് വൈകൃതമാക്കിയതിനെ തുടർന്ന് ഓസ്ട്രേലിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതിമയുടെ മുഖത്തിനും കൈക്കും കേടുപാടുണ്ട്. 1 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് സിഡ്നിയിലെ പ്രതിമ തകർക്കുന്നത്. ഓസ്ട്രേലിയ ഡേ 1788 ബ്രിട്ടന്റെ ആദ്യത്തെ കപ്പൽപ്പട സിഡ്നിയിലേക്ക് ഇറങ്ങിയതിന്റെ വാർഷികമായി എല്ലാ ജനുവരി 26-നും ആഘോഷിക്കുന്ന ഒരു ദേശീയ അവധി ദിവസമാണ്. ആക്രമികൾ ഒരു കൈയും മുഖത്തിന്റെ മൂക്കിന്റെയും ഭാഗങ്ങൾ തട്ടിമാറ്റിയെന്ന് റാൻവിക്കിലെ കൗൺസിലർ കരോളിൻ മാർട്ടിൻ സിഡ്നി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആക്രമികൾ തകർത്ത പ്രതിമ അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ ഉടനീളം നിരവധി ക്യാപ്റ്റൻ കുക്ക് പ്രതിമകളുണ്ട്. മറ്റുള്ളവ ജനുവരി 26-നോടനുബന്ധിച്ച് നശിപ്പിക്കപ്പെട്ടു. ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ പൂർണ്ണമായും അണയ്ക്കാനായില്ല. കാസ്റ്റായ് തടാകത്തിന് സമീപമാണ് പുതിയ കാട്ടുതീ അതിവേഗം പടർന്നു പിടിക്കുന്നത്. 10,176 ഏക്കർ പ്രദേശം കത്തി നശിച്ചതായാണ് റിപ്പോർട്ട്. കാട്ടുതീ പടർന്നതോടെ ഏതാണ്ട് 50,000-ത്തിലധികം ആളുകളെ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗുരുതരമായ തീപിടുത്ത സാഹചര്യങ്ങൾ ഉള്ളതിനാൽ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യുദ്ധകുറ്റങ്ങൾക്കുള്ള അറസ്റ്റ് വാറന്റ് പ്രകാരം തടവിലാക്കപ്പെട്ട ലിബിയൻ ജുഡീഷ്യൽ പോലീസ് മേധാവിയെ വിട്ടയച്ച് ഇറ്റലി. ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പ്രകാരം അൽമാസ്രി എന്നറിയപ്പെടുന്ന ഒസാമ നജീമിനെ ഞായറാഴ്ച ടൂറിനിൽ തടഞ്ഞുവച്ചിരുന്നു. ലിബിയയിലെ ജുഡീഷ്യൽ പോലീസ് മേധാവിയായ നജീമിനുമേൽ യുദ്ധകുറ്റങ്ങൾ, മനുഷ്യക്കുറ്റകൃത്യങ്ങൾ, ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി ICC അന്വേഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിമതർ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ എന്നിവരെ ഏകപക്ഷീയമായി തടങ്കലിന് വയ്ക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും ദുരുപയോഗം ചെയ്യുന്നതിനും മനുഷ്യാവകാശ സംഘടനകൾ അപലപിച്ച ട്രിപ്പോളിക്ക് സമീപമുള്ള മിറ്റിഗ ജയിലിലും അദ്ദേഹം അധ്യക്ഷനാണ്. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം സിയാറ്റിലെ ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. തുടർ നടപടികൾ 14 ദിവസത്തേക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ നീക്കത്തെ നഗ്നമായ ഭരണഘടനാ ലംഘനമെന്നാണ് ജഡ്ജി വിശേഷിപ്പിച്ചത്. 4 അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ഉത്തരവിന് കോടതി താൽക്കാലികമായി സ്റ്റേ അനുവദിച്ചത്. ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള വാഷിംഗ്ടൺ, അരിസോണ, ഇല്ലിനോയ്സ്, ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങളാണ് കോടതിയിലെത്തിയത്. വിവിധ രാജ്യങ്ങൾക്ക് നേരെ ഉയർത്തിയ നികുതി പിരിവ് ഭീഷണിക്ക് പിന്നാലെ ആഗോള കമ്പനികളെയും ഭീഷണിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. ആഗോള കമ്പനികൾ അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ഇനി മുതൽ ഉയർന്ന നികുതി ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. US-ൽ ഉൽപ്പാദനം നടത്തുന്നവർക്ക് നികുതി ഇളവ് നൽകാമെന്നും ട്രംപ് അറിയിച്ചു. ദാവോസിൽ നടക്കുന്ന ലോക എക്കണോമിക് ഫോറത്തിൽ വെച്ചായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം.
അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം GBS പൂനെയിൽ 37 പേർക്ക് കൂടി കണ്ടെത്തി. ഇതോടെ ആകെ രോഗികൾ 59ആയി. ഇതിൽ 40 പേർ പുരുഷന്മാരാണ്. പൂനെയിലെ ഗ്രാമീണ മേഖലയിലാണ് കൂടുതൽ കേസുകൾ. പൂനെ സിറ്റിയിൽ 11 പേർക്കും പിംബ്രിഡ്ജ് വാർഡ് മേഖലയിൽ 18 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഹരിനഗറിൽ വെച്ച് തന്റെ കാർ ആക്രമിക്കപ്പെട്ടതായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ആക്രമിച്ചതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണെന്നും അദ്ദേഹം പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥിയുടെ അനുയായികളായ ആക്രമികളെ തന്റെ പൊതുയോഗത്തിൽ പ്രവേശിക്കാൻ ഡൽഹി പോലീസ് അനുവദിച്ചതായും അദ്ദേഹം ആരോപിച്ചു. BJPയുടെ സ്വകാര്യ സൈന്യമായി ഡൽഹി പോലീസിനെ അമിത് ഷാ മാറ്റിയിരിക്കുകയാണെന്നും കെജ്രിവാൾ എക്സിൽ കുറിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കെജ്രിവാൾ വിമർശനമുന്നയിച്ചു. ഒരു ദേശീയ പാർട്ടിയുടെ നേതാക്കളും അധ്യക്ഷനും നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുന്നില്ലല്ലോ എന്ന് കെജ്രിവാൾ ചോദിച്ചു. ദുബായിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ 40-കാരന് MPOX സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ചയാൾ കർണാടകയിലെ വിക്ടോറിയ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വർഷം കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ MPOX കേസാണിത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. MPOX ബാധിതരായ രോഗികൾക്കായി 50 ഐസൊലേഷൻ ബെഡുകൾ വിക്ടോറിയ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്താൻ മൈക്രോബയോളജി ലാബ് സജ്ജമാക്കി. PPE കിറ്റും ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നടൻ വിശാലിനെ കുറിച്ച് അപകീർത്തിപരമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് 3 യൂട്യൂബ് ചാനലുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. പൊതുപരിപാടിയിൽ നടൻ വിശാലിന്റെ കൈകൾ വിറയ്ക്കുന്നതും സംസാരിക്കാൻ പാടുപെടുന്നതുമായ വീഡിയോ പുറത്തു വന്നിരുന്നു. വിശാലിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കടുത്ത പനിയാണെന്നും മൈഗ്രെയിൻ ഉണ്ടായിരുന്നുവെന്നും ഔദ്യോഗിക വൃത്തം സ്ഥിരീകരിച്ചു. എന്നാൽ ചില യൂട്യൂബ് ചാനലുകൾ വിശാലിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതോടെ നടികർ സംഘം പ്രസിഡന്റ് നാസർ നൽകിയ പരാതിയിലാണ് 3 യൂട്യൂബ് ചാനലുകൾക്കെതിരെ തേനാമ്പെട്ട് പോലീസ് കേസെടുത്തത്. വയനാട് മേപ്പാടിയിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കഴിഞ്ഞ 17 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 712.98 കോടി രൂപ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. ടൗൺഷിപ്പ് നിർമ്മാണം എത്രയും വേഗം തുടങ്ങാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. പുനരധിവസിപ്പിക്കുന്നതുവരെ വാടക നൽകുന്നത് തുടരും. തുക ഉയർത്താൻ ആലോചിക്കുന്നില്ല. കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക് പകരം കൃഷിഭൂമി നൽകാൻ കഴിയില്ല. 300 രൂപ വീതം ദിനവത്തെ നൽകുന്നത് തുടരാനാകുമോ എന്ന് പരിശോധിക്കും. 3 മാസം വരെ കൊടുക്കാനാണ് നിലവിൽ ചട്ടമുള്ളത്. മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് അല്ലാതായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്റ്റാർട്ട് സംരംഭം തുടങ്ങാൻ വന്നാൽ പിന്തുണയ്ക്കണ്ടേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇത്തരം മുതലാളിത്തത്തിനെതിരെ സമരം ചെയ്ത പാരമ്പര്യം മുഖ്യമന്ത്രി മറന്നുവെന്നും മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ താല്പര്യമില്ല എന്നും എല്ലാ കമ്പനികളെയും വിളിച്ചു വരുത്താനാണ് താല്പര്യമെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് പ്ലാന്റ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്ലാന്റുമായി മുന്നോട്ടു പോകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പഞ്ചാബിലും ഡൽഹിയിലും കേസുള്ള ഈ കമ്പനിയെ ആര് വിളിച്ചു കൊണ്ടുവന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലെന്നും ചെന്നിത്തല വിമർശിച്ചു. മലയോര കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മലയോര സമരയാത്ര നടത്താനൊരുങ്ങി UDF. ജനുവരി 25 മുതൽ ഫെബ്രുവരി 5 വരെ സംഘടിപ്പിക്കുന്ന മലയോര സമരയാത്ര പ്രതിപക്ഷ നേതാവ് PD സതീശൻ നയിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരയാത്ര. നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ B ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്ത് പോലീസ്. കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയതിന്റെ വിരോധത്തിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമം നടത്തിയെന്നാണ് പരാതി. ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ B ഉണ്ണികൃഷ്ണനെ 1-ാം പ്രതിയും നിർമ്മാതാവ് ആൻഡോ ജോസഫിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. സാന്ദ്ര തോമസുമായി സിനിമയിൽ സഹകരിക്കരുതെന്ന് സഹപ്രവർത്തകരോട് ആവശ്യപ്പെട്ടതായും സംഘടന യോഗത്തിൽ അപമാനിച്ചെന്നും പരാതിയിൽ ആരോപണമുണ്ട്. UK-യിലെ പുരോഗമന കലാ സാംസ്കാരിക സംഘടനയായ സമീക്ഷ UK-യുടെ നോർത്തേൺ അയർലൻഡ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരളീയൻ കോഫി ഫെസ്റ്റ് മാർച്ച് അവസാനം വരെ നടക്കും. ഇതിന് മുന്നോടിയായി സാംസ്കാരിക വൈവിധ്യം എന്ന വിഷയത്തിൽ സാംസ്കാരിക സെമിനാർ ലിസ്ബണിൽ നടന്നു. മൺമറഞ്ഞുപോയ അതുല്യ പ്രതിഭ ഭാവഗായകൻ P ജയചന്ദ്രനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഗാനാഞ്ജലി സെമിനാറിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. സമീക്ഷ UK നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗം ബൈജു നാരായണൻ,
സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നോർത്തേൺ അയർലൻഡ് ഏരിയ ജോയിന്റ് സെക്രട്ടറി രഞ്ജു രാജു, ഏരിയ സെക്രട്ടറി ആതിര രാമകൃഷ്ണൻ, ദേശീയ സമിതി അംഗം ജോബി പെരിയാടൻ, ബെൽഫാസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് വാസുദേവൻ എന്നിവരും പങ്കെടുത്തു. ലോക കേരള സഭാംഗം ജയപ്രകാശ് സാംസ്കാരിക വൈവിധ്യം എന്ന വിഷയത്തിൽ സെമിനാറിന്റെ ഭാഗമായി സംവാദാത്മക സെഷനും സംഘടിപ്പിച്ചു. സെമിനാറിൽ ഉയർന്നു വന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും അടങ്ങുന്ന റിപ്പോർട്ട് മാർച്ച് അവസാനം സംഘടിപ്പിക്കുന്ന കേരളീയം കോഫി ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം നോർത്തേൺ അയർലൻഡ് മലയാളി സമൂഹത്തിൽ ഒരു ക്യാമ്പയിനായി പ്രചരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 106.97 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.28 രൂപ, ഒരു യൂറോ 90.18 രൂപ, ഒരു പൗണ്ട് 1.24 US ഡോളർ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തി ഹൈദരാബാദ് FC. സ്വന്തം തട്ടകമായ ഗച്ചിബൌളി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് ഹൈദരാബാദ് വിജയിച്ചത്. മലയാളി താരങ്ങളുടെ മികവിലാണ് ഹൈദരാബാദിന്റെ തകർപ്പൻ വിജയം. സ്വന്തം കാണികൾക്ക് മുന്നിൽ നടന്ന മത്സരത്തിൽ 12-ാം മിനിറ്റിൽ മലയാളി താരം മുഹമ്മദ് റാഫി ഹൈദരാബാദിന്റെ ആദ്യ ഗോൾ നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളിയാഴ്ച UKയിൽ ജീവൻ അപകടമുണ്ടാകുന്ന തരത്തിൽ എയ്വിൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമെന്ന് മെറ്റ് ഓഫീസിന്റെ അതിഗുരുതര മുന്നറിയിപ്പ്. വടക്കൻ അയർലൻഡിലും സ്കോട്ട്ലാൻഡിന്റെ ചില ഭാഗങ്ങളിലും ഏറ്റവും മോശമായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. UKയിൽ 3 പെൺകുട്ടികളുടെ കൊലപാതകത്തിനിടയാക്കിയ സൗത്ത് പോർട്ട് കൊലയാളി ആക്സൽ റുബഗുബാനെ ഇനി ജീവിതകാലം ജയിലിൽ. 18-കാരൻ കൊലയാളിക്ക് 52 വർഷം തടവ് ശിക്ഷ വിധിച്ച് ലിവർപൂൾ ക്രൗൺ കോടതി. ഒപെക് ആഗോള എണ്ണ ഉൽപ്പാദകർ തങ്ങളുടെ എണ്ണ കുറയ്ക്കണമെന്നും റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി ഉടൻ കൂടിക്കാഴ്ച നടത്താനും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ദവോസിൽ. മുൻ US പ്രസിഡന്റ് ജോൺ F. കെന്നഡി, സെനറ്റർ റോബർട്ട് F. കെന്നഡി, ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് രഹസ്യ സർക്കാർ രേഖകൾ പുറത്തുവിടാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ്. ഓസ്ട്രേലിയ ഡേക്ക് മുന്നോടിയായി സിഡ്നിയിലെ പ്രാന്തപ്രദേശമായ റാൻവിക്കിലെ ക്യാപ്റ്റൻ ജെയിംസ് കുക്കിന്റെ പ്രതിമ അവഹേളിച്ച നിലയിൽ. ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം താൽക്കാലികമായി തടഞ്ഞ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജി. അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം GBS പൂനെയിൽ 37 പേർക്ക് കൂടി കണ്ടെത്തി. ഇതോടെ ആകെ രോഗികൾ 59ആയി. ഡൽഹി ഹരിഹർ നഗറിൽ വെച്ച് തന്റെ കാർ ആക്രമിക്കപ്പെട്ടതായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തന്നെ ആക്രമിച്ചതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണെന്ന് കെജ്രിവാൾ. ദുബായിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ 40-കാരന് എംപോക്സ് സ്ഥിരീകരിച്ചു. ഈ വർഷം കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ എംപോക്സ് കേസ്. വയനാട് മേപ്പാടിയിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കഴിഞ്ഞ 17 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 712.98 കോടി രൂപ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമീക്ഷ UKയുടെ നോർത്തേൺ അയർലൻഡ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരളീയം കോഫി ഫെസ്റ്റിന് മുന്നോടിയായി ലിസ്ബണിൽ നടന്ന സാംസ്കാരിക സെമിനാർ ശ്രദ്ധേയമായി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.